ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞായറാഴ്ച നമുക്ക് പാട്ടിന്റെ ഉത്സവമാണ്. പാടാനും പാട്ട് ആസ്വദിക്കാനും ഒക്കെ ഉള്ള മ്യൂസിക് തെറാപ്പിയുടെ അനന്ത സാധ്യതകളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ അവസരം ജോസഫ് സാറിലൂടെ നമ്മളിങ്ങനെ 63ാമത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ A.T. ഉമ്മറിന്റെ പാട്ടുകളാണ്, അദ്ദേഹത്തെ ഓർക്കുന്നു, അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. സോ ജോസഫ് ജോൺ സാർ, യു ആർ വെൽക്കം. താങ്ക് യു. സർവീസിന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ സ്ഥാനികർക്കും പാട്ടിന്റെ കൂട്ടുകാർക്കും എല്ലാം നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. ക്ലിയർ ആണോ? ശബ്ദം സൗണ്ട് ഓക്കെ അല്ലേ സാറേ? ഓക്കെ. മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അതാണ് ഷാബു സാർ ഇപ്പോൾ സൂചിപ്പിച്ചത്. മ്യൂസിക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു മ്യൂസിക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും വളരെ രസമാണ് അല്ലെ? മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് സംഗീത സല്ലാപം എന്നാണ്. അപ്പോൾ മ്യൂസിക് തരുന്ന സാധ്യതകൾ അറിയുക, ആവുന്നത്ര ആസ്വദിക്കുക. അപ്പൊ ജീവിതം മനോഹരമാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ജീവിതം സന്തോഷപ്രദമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് സന്തോഷപ്രദമായ ജീവിതം. അതിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് സംഗീതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കി. അതിൻ്റെയൊക്കെ ആവർത്തനങ്ങൾ തന്നെ വീണ്ടും വന്നേക്കാം. പക്ഷേ അതും പുതുമയുള്ള അറിവായിട്ട് സ്വീകരിക്കുകയും സംഗീതം അതാണ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഒരു പാട്ട് തന്നെ പല പ്രാവശ്യം നമുക്ക് ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ വീണ്ടും വീണ്ടും കേട്ടാലും മടുപ്പ് തോന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഹൗ ഡസ് മ്യൂസിക് പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി. എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു? ആർക്കെങ്കിലും പറയാം, എന്താണ് ക്രിയേറ്റിവിറ്റി? സർഗവാസന. വെരി ഗുഡ്. പിന്നെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയതിൽ നിന്ന് പുതുമയുള്ളത് ഉണ്ടാക്കുക. ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക എന്നുള്ളത്. സൃഷ്ടിക്കുക അല്ലെ? സർഗാത്മകത ഉണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സൃഷ്ടിപരത എന്നാണ് പറയുക ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂസിക് പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത. അതിനെ ഉണർത്താൻ, ഉയർത്താൻ, വളർത്താൻ സംഗീതത്തിന് സാധിക്കും. ഒന്നാമതായിട്ട് ഉള്ള കാര്യം. അതെങ്ങനെയാണ് സംഭവിക്കുക? പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റഡ് ആണ്. ബ്രെയിൻ അതിൻ്റെ ഘടകങ്ങൾ എന്ത് ഘടകങ്ങളാണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇമോഷൻ സെന്റർ അമിഗ്ഡല അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ സൃഷ്ടിപരത, ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇറ്റ് ക്യാൻ എൻകറേജ് ബൈലാറ്ററൽ തിങ്കിങ്. ഇതാണ് ബൈലാറ്ററൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ രണ്ട് ദിശയിലുള്ളതും. ഇപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണത്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ്. ലെഫ്റ്റ് നമുക്കറിയാം ലോജിക്കലാണ്, അനലിറ്റിക്കലാണ്. അതിനെ എന്താണ് പഠിക്കുക, പരിശോധിക്കുക, അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. റൈറ്റ് ഹെമിസ്ഫിയറോ ആസ്വദിക്കുക, നോൺ വെർബൽ അല്ലാത്ത അത്ര അങ്ങനെയുള്ള ക്രിയേറ്റീവ് അല്ല, ആസ്വദിക്കുക, അങ്ങനെയുള്ള ഇമാജിനേഷൻ, ഇതൊക്കെയാണ് റൈറ്റ് ഹെമിസ്ഫിയർ. അപ്പൊ ഇതിന് രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ തിങ്കിങ്ങിനെ
വളർത്താൻ അല്ലെങ്കിൽ ഉണർത്താൻ സഹായിക്കുന്നതാണ് സംഗീത ശ്രവണം. മിയർ സംഗീത ശ്രവണം, അതാണ് ഞാൻ പറയുന്നത്. അതിന് പാട്ട് പഠിക്കണമെന്നില്ല, ശാസ്ത്രീയമായിട്ട് അത് വിശകലനം ചെയ്യാൻ അറിയണമെന്നില്ല, അത് ആസ്വദിച്ച് കേൾക്കും. അപ്പോൾ ഈ ഒരു ക്രിയേറ്റിവിറ്റിക്കുള്ള സാധ്യതകൾ കൂടുന്നു എന്നാണ് പറയുന്നത്. പാട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഈ ബൈലാറ്ററൽ തിങ്കിങ്, രണ്ട് ഹെമിസ്ഫിയറും യോജിച്ചുകൊണ്ട് ഒരു ചിന്ത വരുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതെങ്ങനെയുള്ള പാട്ടുകളിലായിരിക്കും സാധാരണ നമ്മൾ ചിന്തിച്ചാൽ തന്നെ അറിയാം. പാട്ടുകൾ മ്യൂസിക് ഉള്ളതുണ്ട്, ലിറിക്സ് ഉള്ളതുണ്ട്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ലിറിക്സ് വേണമെന്നില്ല, അല്ലേ? മ്യൂസിക് ലിറിക്സ്. ഇപ്പൊ ലിറിക്സോട് കൂടിയ സംഗീതം ശ്രവിക്കുമ്പോൾ നമ്മൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്കും കൂടെ പോകും. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ഹെമിസ്ഫിയറും ആക്ടിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യും എന്നുള്ളതാണ്. രണ്ടും ചെയ്യും. ഇപ്പോൾ വെറും മ്യൂസിക് മാത്രം കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വേണമെന്നില്ല, ആസ്വാദനം മാത്രത്തിൽ നിൽക്കാം. അവിടെ ഒരു ലോജിക്കോ അല്ലെങ്കിൽ മെഡിറ്റേഷനുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ലോജിക്കിന്റെ ഒരു കാര്യം വരുന്നു, അല്ലേ? അപ്പൊ ഇവിടെ ലിറിക്സ് ഉള്ള പാട്ട് കേൾക്കുമ്പോൾ അത് ഉണ്ടാവും. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അപ്പൊ നമ്മളവിടെ ചിന്തിച്ചു, നമ്മൾ കണ്ടു എന്താണ് തിരുമുറ്റവും, അല്ലെ? സ്കൂളിലേക്കൊക്കെ പോയി പലതും. അങ്ങനെ നമുക്ക് ചിന്തിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാൻ ഈ ലിറിക്സ് ഉള്ള പാട്ടുകൾ സഹായിക്കും. നമ്മൾ പറഞ്ഞു വന്നത് മ്യൂസിക് ക്യാൻ പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാൻ നമുക്കുണ്ടാവും, പക്ഷെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരു 1-2 പാട്ടുകൾ കൂടി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി. ആ പാട്ട് നിങ്ങൾക്കറിയാം. അതിലൂടെയൊക്കെ നമ്മുടെ ചിന്തയും എല്ലാം സമന്വയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരു പാട്ട് കൂടി ഒന്ന് ഓർത്തെടുക്കുകയാണ്. ഈ യുഗം ശ്രീകുമാരി ടീച്ചറെ മ്യൂട്ട് ചെയ്യണം. ശ്രീകുമാരി ടീച്ചർ, ഓക്കെ, താങ്ക് യു. ഇത് പാടാൻ ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട്. ഈ യുഗം കലിയുഗം, ഇവിടെയെല്ലാം പൊയ്മുഖം. ഈ യുഗം കലിയുഗം, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലെ ദൈവം മരിക്കുന്നു. ഇതാരാണ് പാടിയതെന്നറിയാമോ? ഈ പാട്ട് പാടിയത് ആർക്കെങ്കിലും പറയാം? യേശുദാസാണ് സർ. യേശുദാസ് അല്ലേ സർ? അതെ അതെ, യേശുദാസ്. ഓക്കെ, ഞാൻ പറയാൻ വന്നത്, എനിക്ക് തെറ്റിയതാണ്, വേറൊരു പാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. SP ബാലസുബ്രഹ്മണ്യം. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരു ഫേമസ് പാട്ട് ഷാബു സാർ എന്ന് പറഞ്ഞ് SPB പാടിയ ഒരു പാട്ട്. തമിഴാണോ മലയാളമാണോ? മലയാളം സാർ, മലയാളം. മലയാളം. ആ മോഹൻലാൽ അഭിനയിച്ചൊരു ശിവാജി ഗണേശനൊക്കെ അഭിനയിച്ചൊരു ചിത്രമുണ്ടല്ലോ. അതിന്റെ പടത്തിന്റെ പേര് അല്ല, ഓർമ്മയില്ല. പാട്ട് ആ പാട്ടാണ് ഞാൻ പറയണത്. അതിന്റെ ഒരു നല്ല പാട്ടുണ്ട്. പെട്ടെന്ന് അവന്റെ ഓർമ്മയിൽ അങ്ങോട്ട് വരുന്നില്ല എന്ന് മാത്രമേ പാട്ട്. ഓക്കെ, നമുക്കത് ഓർത്തെടുക്കാം. കാരണം അദ്ദേഹത്തിന്റെ ഒരു പാട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് പാടണം. സാർ ഒരു പാട്ട് ഓർത്തെടുക്കുക. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം SPB മരിച്ച 25 സെപ്റ്റംബറാണ്. അതായത് 2 ദിവസം കൂടി, അല്ലെ? ഇന്നിപ്പോ 22 അല്ലേ, 2-3 ദിവസം കൂടി കഴിയും. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് ഒന്ന് ഓർക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് അടുത്ത എപ്പിസോഡിൽ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം, അല്ലെ സാബു സാറ്?
അദ്ദേഹത്തെ കുറിച്ച് പ്രധാനമായിട്ട് ഓർക്കുമ്പോൾ മലരെ മൗനമേ എന്നുള്ള ആ പാട്ടാണ് പ്രധാനമായിട്ടും ഓർമ്മ വരുന്നത്. ആ ആ ആ ഓക്കെ വിദ്യാസാഗറിന്റെ ഒരു പാട്ടുണ്ടല്ലോ. ഓക്കെ. സാർ അത് രണ്ടുപേര് പാടാവോ? എനിക്ക് അതിന്റെ ലിറിക്സുകളൊക്കെ ഒന്നും അറിയില്ല ഈ പറഞ്ഞ പോലെ. ആ ആ ഓക്കെ തമിഴ് ആയതുകൊണ്ടേ അത് പിന്നീട് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പാടാം. ഓക്കെ എനിക്ക് ഓക്കെ. ലിറിക്സ് വളരെ അപ്പോൾ ഓർമ്മ നമ്മൾ നിൽക്കാനുള്ള ഒരു പ്രശ്നമില്ല. സന്ദർഭവശാൽ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുകയാണ്. SPBയെ. ഷേക്സ്പിയർ ആരാണ്? ഷേക്സ്പിയർ എന്ന് പറയേണ്ട കാര്യമില്ല അല്ലേ? ലോകം ഹൃദയത്തിലേറ്റുന്ന കലാകാരൻ. ഇത്ര ജീനിയസ് ആയിട്ടുള്ള ഒരു കലാകാരൻ, നാടകകാരൻ എന്ന് നമുക്ക് വെറുതെ പറഞ്ഞ് തള്ളാൻ പറ്റില്ല ഷേക്സ്പിയർ. അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംഗീതമുണ്ട്. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ സംഗീതാത്മകമാണ് എന്ന് പറയും. ഒഥല്ലോ നമുക്കറിയാം. ആ ഒഥല്ലോയുടെ കഥയെ സംഗീതാത്മകമാക്കി കഥാപ്രസംഗം അവതരിപ്പിച്ച ആള്, ലോകത്തിന്റെ കയ്യടി നേടിയ, ലോകത്തിന്റെ ഹൃദയം കവർന്ന കഥാപ്രസംഗ കലാകാരൻ ആരാണ്? വി സാംബശിവൻ അല്ലെ? അവിടെയൊക്കെ ചെയ്തത് എന്തൊക്കെയാണ്? അവരുടെയൊക്കെ ക്രിയേറ്റിവിറ്റിയെ പ്രൊമോട്ട് ചെയ്തത്. ഞാൻ പറയുന്നത് ഷേക്സ്പിയറിന്റെയും നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ധാരാളം പേരുണ്ട് നമുക്കറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്ക് വി സാംബശിവനെയും ഒക്കെ അവരുടെ ക്രിയേറ്റിവിറ്റിയെ പ്രൊമോട്ട് ചെയ്തത് സംഗീതമാണ്. അപ്സരസാണെന്റെ വെസ്റ്റമൻ ഹൃദ്യമായി പാടുമാടും സുഹൃത് സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ. അപ്പൊ ആ ഒരു വിദേശ നായികയെ രണ്ടുവരി പാട്ടിലൂടെ അതാ സാംബശിവൻ അണിയിച്ചൊരുക്കി അല്ലെ? അവള് സൽസ്വഭാവത്തിന്റെ ദേവതയാണ്. ആ ഒരു വാക്കിലുണ്ട് എങ്ങനെയുള്ളവളാണ്. സംശയിക്കില്ല ഒരു കാലവും നിന്നെ ഞാനെന്ന് പാടിയ ഒഥല്ലോ തന്നെ പിന്നെ സംശയിക്കുകയാണ്. ആ കഥ എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് മ്യൂസിക് പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി. കവികൾ നമ്മുടെ വയലാറായാലും ONV ആയാലും അവരിലൊക്കെ മിക്കവരും എന്താ ചെയ്യുക? അതിന് എഴുതുമ്പോൾ തന്നെ സംഗീതത്തിന്റെ ഒരു ചുവ ഇട്ടുകൊണ്ടാണ് എഴുതുക. എന്നിട്ടാണ് സംഗീത സംവിധായകന് കൊടുക്കുക. അപ്പൊ അത് മനസ്സിലുള്ളത് കൊണ്ടാണ്, മനസ്സിൽ സംഗീതമുള്ളത് കൊണ്ടാണ് ആ ക്രിയേറ്റിവിറ്റി അവിടെ സംഭവിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കവികളിലും കലാകാരന്മാരും ഒക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്രിയേറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രധാന ഘടകം സംഗീതം തന്നെയാണ്. അതുകൊണ്ടാണ് ടോൾസ്റ്റോയ് പറഞ്ഞത് ഏറ്റവും ഉദാത്തമായ കല, സുകുമാര കലകളിൽ ഏറ്റവും ഉദാത്തമായത് സംഗീതമാണെന്ന് ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് റിലാക്സസ് ദ മൈൻഡ്. സംഗീതം നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യുന്നു. അതും ക്രിയേറ്റിവിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം പറയാമോ? സംഗീതം നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു. അതും ക്രിയേറ്റിവിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം? There is. എന്താണ്? റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സിലെ ക്രിയാത്മകമായ ചിന്തകൾ വരും. റിലാക്സ്ഡ് ആയിരിക്കും. ടെൻസ്ഡ് ആയാലും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അനുഭവമുണ്ട്. മകൻ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കൈവിട്ടു പോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ചിന്ത, എന്ത് ചെയ്യണമെന്നൊരു ചിന്ത വരാതെ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുണ്ടാകും. അപ്പോൾ റിലാക്സ്ഡ് ആണെങ്കിൽ നമുക്ക് ക്രിയാത്മകമായി സൊല്യൂഷനിലേക്ക് നയിക്കുന്ന ചിന്തയിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മ്യൂസിക് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യുന്നത് കൊണ്ട് ക്രിയേറ്റിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പുതിയ ഐഡിയാസ് ഉണ്ടാകുന്നു. ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ പുതിയ ഐഡിയാസ് ഉണ്ടാകും. പുതിയ ഐഡിയാസ് ഉണ്ടാകില്ല. പുതിയ ഐഡിയാസ് ഉണ്ടാവണമെങ്കിൽ പല ചിന്തകളിലേക്ക്, വിവിധങ്ങളായ ചിന്തകളിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ മനസ്സ്
റിലാക്സ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഈ പ്രകൃതിയിൽ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, കൈ പിടിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട്, കിളികളെയും പൂക്കളെയും ചെടികളെയും പ്രകൃതിയിലെ അരുവികളെയും വെള്ളത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, കാറ്റിനെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ നമ്മൾ റിലാക്സ്ഡ് ആയി. അതാണ് പറഞ്ഞത്. ദെൻ മ്യൂസിക് ക്യാൻ ഇൻസ്പയർ ഇമോഷൻസ് വികാരങ്ങളെ ഇൻസ്പയർ ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. ഈ ഇമോഷൻസ് പുതിയ ചിന്തകൾക്ക് രൂപം നൽകും. വയലാറിൻ്റെ എത്രയോ പാട്ടുകൾ ഇമോഷൻസ് തരുന്ന പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ കളിവീടുറങ്ങിയല്ലോ എന്നുള്ളൊരു പാട്ട്, കളിവീടുറങ്ങിയല്ലോ, നമ്മുടെ മനസ്സിനെ ഇളക്കും. അമരത്തിലെ ഒരു പാട്ട്, അതാ സാറേ അത്, അമരത്തിലെ ഒരു പാട്ടുണ്ടോ ഇതുപോലെ. അങ്ങനെ വികാര നൗകയുമായി. അതെ എടുക്കാം. വികാര നൗകയുമായി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ പാട്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ദാസേട്ടൻ പാടുന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാം വീഡിയോ കണ്ടാണ്. ഒറ്റയ്ക്കിരുന്ന് ഞാൻ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇറ്റ്സ് അത്ര വികാരം ഉണർത്തുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എല്ലാവർക്കും അതങ്ങനെ തോന്നണമെന്നില്ല, അല്ലേ? അപ്പോൾ ഇമോഷൻസിനെ ഇൻസ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് എന്താണ് ഗുണം? പുതിയ ചിന്തകൾ. വയലാറിൻ്റെ യവന സുന്ദരി എന്നുള്ള പാട്ട് ആർക്കെങ്കിലും പാടാവോ? യവന സുന്ദരി ലിറിക്സ് ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവളാണു ഞാൻ, പ്രേമ തപസിരുന്നവളാണ്. അപ്പോ ഈ കാമുകിയാണോ കാമുകനാണോ എനിക്കറിയില്ല, എവിടേക്ക് അന്വേഷിക്കുക? അപ്പോ അത് പോകുന്നത് നോക്കും. അകലവീനസിന്ദത്തിലും അമൃതവായിനി തടത്തിലും കൊഴിഞ്ഞ പൂവിലും പിളർന്ന പൂവിലും തിരഞ്ഞു നിന്നെ ഞാനിതുവരെ, അപ്പൊ എവിടല്ലേ തിരയുന്നു? അപ്പൊ അത് ഭാവനയ്ക്ക് ചിറവ് നൽകിയല്ലേ. അതാണ് പ്ലേറ്റോ പറഞ്ഞത്. ഭാവനയ്ക്ക് ചിറകുകൾ നൽകും. ഭാവനയെ പറക്കാൻ സഹായിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവാണ് സംഗീതം. പ്ലേറ്റോ അപ്പോൾ ഓർമ്മകൾക്ക് ചിറക് നൽകും, അല്ലെ? ഭാവനയെ പറക്കാൻ സഹായിക്കും. അതാണ് പ്ലേറ്റോ, ഓർമ്മകൾക്ക് ചിറക് നൽകും. അപ്പോൾ അങ്ങനെ ഇമോഷൻസ് കൊണ്ട് സംഗീതം നൽകുന്നത് കൊണ്ട് എന്താണ്? ക്രിയേറ്റീവ് തിങ്കിങ്. ആ ക്രിയേറ്റിവിറ്റി കൊണ്ടാണ് ആ പുതിയ ചിന്തകളിലേക്ക് വയലാറായാലും ഏത് കവിയായാലും പോകുന്നത്. ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, സൃഷ്ടിപരത കൊണ്ടാണ്. ഓക്കെ, സമയം നമുക്ക് അടുത്ത 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. ഇംപ്രൂവ് ഫോക്കസ്. പാട്ട് കേൾക്കുന്നത് കൊണ്ട് ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു ഇൻസ്പിറേഷനാണ്. നമുക്ക് ഫോക്കസ് കൂടുതൽ നൽകുകയാണ് ചെയ്യുക. പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുകയാണ് ചെയ്യുക. ഇഷ്ടമുള്ള പാട്ട് അതിലങ്ങ് മുഴുകി പോവല്ല, ഉറങ്ങിപ്പോവല്ല ചെയ്യേണ്ടത്. ആ പാട്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കിട്ടും. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം ഓഫീസിലായാലും പറ്റുന്നവർക്കൊക്കെ അടുക്കള ജോലി ആയാലും ശ്രദ്ധയോടുകൂടി ചെയ്യണം. പക്ഷെ പാട്ട് കേട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു സ്വാദും അതിനൊരു ചിട്ടയും ഒക്കെ കൂടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇംപ്രൂവ് ഫോക്കസ് ഹെൽപ്സ് മെയിൻറ്റെയിൻ കോൺസെൻട്രേഷൻ വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ ക്രിയേറ്റീവ് പ്രോസസ്. ക്രിയേറ്റീവ് പ്രോസസ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള
കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് സംഗീതം സഹായിക്കും. അങ്ങനെ ക്രിയേറ്റിവിറ്റിയെ സഹായിക്കും. അടുത്തത് എൻകറേജ് എക്സ്പ്ലോറേഷൻ. മ്യൂസിക് എക്സ്പോസസ് ഇൻഡിവിജ്വൽ ടു ഡൈവേഴ്സ് സ്റ്റൈൽസ്. പാട്ട് എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ സംഗീതം അല്ലെങ്കിൽ നാടൻ പാട്ട് അങ്ങനെയല്ല, പല രീതിയിലുള്ള, പല ജനറിലുള്ള, പല കൾച്ചറിലുള്ള, പല സോഷ്യൽ സെറ്റപ്പിലുള്ള പാട്ടുകളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഡൈവേർജന്റ് തിങ്കിങ് തരും. പുതിയ പുതിയ മേഖലകളിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് അതാണ് പറയുന്നത് എൻകറേജ് എക്സ്പ്ലോറേഷൻ. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുതിയ സ്റ്റൈലുകൾ, ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉള്ളത് കൊണ്ട് വി ക്യാൻ ബ്രോഡൻ അവർ പേഴ്സ്പെക്റ്റീവ്. നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ എന്താണ് ഗ്രാഹ്യ തലം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്നൊക്കെ പറയാം. പേഴ്സ്പെക്റ്റീവ്, ഒന്നിനെ കാണുന്ന രീതി എന്നാണ് അതിന് പറയാം. പേഴ്സ്പെക്റ്റീവ്, കാഴ്ചപ്പാട്, ഏത് രീതിയിൽ കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് വളർത്താൻ സാധിക്കും എന്നുള്ളതാണ്, പലതും വളർത്താൻ സാധിക്കും. ദ നെക്സ്റ്റ് പോയിന്റ്, ഇമാജിനേഷൻ എൻഹാൻസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മ്യൂസിക്. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നതാണ്. ഇപ്പം ഇന്ന് അധികം സമയം കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് എ.ടി. പാട്ട് തന്നെയാണ്, പ്രിയമുള്ളവള് അല്ലേ സാറേ? പാലൊളി ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂച്ചാരേ. എന്തിനാ? ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ, പറയും കഥകൾ കേൾക്കാൻ. അപ്പൊ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഇമാജിനേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ കാമുകി കാമുകന്മാർ പറയുന്ന കഥകൾ കേൾക്കാനായിട്ട് ആരൊക്കെയാ പതുങ്ങി നിൽക്കുന്നത്? ആരോ പതുങ്ങി നിൽക്കുന്നുണ്ട്. കാറ്റും പാലൊളി ചന്ദ്രൻ. ഇപ്പൊ നിലാവുള്ള രാത്രി ആയിരുന്നിരിക്കണം, സന്ധ്യ ആയിരുന്നിരിക്കണം. ഇക്കരെയാണ് എൻ്റെ താമസം, അക്കരെയാണ്. അതില് വേറൊരു പഴയൊരു പാട്ടിലൂടെ ഞാൻ കടന്നു പോവാണ്. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്ക്, കണ്ണുകളെന്തിനു വേറെ, കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ കണ്ണായി. അപ്പോൾ എത്ര മനോഹരമായ രചനയാണ്, എത്ര മനോഹരമായ സംഗീതമാണ്. അപ്പോൾ സംഗീതം നമ്മുടെ ഇമാജിനേഷനെയും നമ്മുടെ ചിന്തയെയും നമ്മുടെ കാഴ്ചപ്പാടിനെ എല്ലാം സാധിക്കുന്നു. അപ്പോൾ ഒരു അന്ധനായ ആൾക്ക് തുണയായി നിൽക്കുന്ന പ്രിയതമയെ ആണ് അവിടെ വരച്ചു കാണിക്കുന്നത്. എന്തിനാ നിനക്ക് കണ്ണില്ലെങ്കിൽ നീ എന്തിനു വിഷമിക്കണം? നിനക്ക് കാണാനുള്ളത് കരളിൽ നേരെ പകർന്നു തരാനായിട്ട് ഞാനുണ്ടല്ലോ കൂടെ. എത്ര മനോഹരമായിരിക്കും അല്ലേ പഴയ പാട്ടുകളൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇംപ്രൂവ് മെമ്മറി. അടുത്തത് ഇംപ്രൂവ് മെമ്മറി. ഇംപ്രൂവ്ഡ് മെമ്മറി കൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും. സംഗീതം നമ്മുടെ മെമ്മറി കൂട്ടും എന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകളെ കുറിച്ച് ഒത്തിരി പാട്ടുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പഴയ പാട്ടുകൾ, അപ്പൊ പഴയ പാട്ട് നമ്മുടെ മനസ്സിൽ ആ ചേക്കേറിയ സമയം നമ്മൾ ഓർക്കും. എന്നാണത്? ഞാൻ മധുരിക്കും ഓർമ്മകളെ എന്നുള്ള പാട്ടിങ്ങനെ ഇടയ്ക്ക് പാടാറുണ്ട്. അപ്പൊ ഞാൻ ഓഫീസിൽ നേരത്തെ ജലസേചന വകുപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ പലപ്പോഴും ഇങ്ങനെ ചില റിട്ടയർമെന്റ് ഒത്തുകൂടലൊക്കെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും പാട്ട് പാടുന്നുണ്ടോ, പാടുന്നൊക്കെ നമ്മൾ ഓഫീസർമാരിങ്ങനെ പറയും. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ പതുങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ മനസ്സിൽ പാട്ടുണ്ട്. ഒരിക്കലെങ്ങാണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് ഞാൻ 2 വരി പാടി. ഒരു കൊമ്പിൽ മണ്ണ് കൊണ്ടു വീട് വേക്കാൻ,
ഒരു തുമ്പപ്പൂവ് കൊണ്ട് വീരുന്നൊരുക്കാൻ. അപ്പോ കുഞ്ഞു മുഹമ്മദ് സാറാണ് അന്ന് ഞങ്ങളുടെ കുഞ്ഞു മുഹമ്മദ് സാർ AXC ആണ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്, എൻ്റെ ഓഫീസറാണ്, ഞാൻ ഹെഡ് ക്ലർക്ക്. അപ്പൊ അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ അപ്പൊ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. രണ്ടുപേരും എനിക്ക് പാടാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സംഭവം. അപ്പൊ ഞാൻ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഈ മധുരയ്ക്ക് ഓർമ്മകൾ എന്നുള്ള പാട്ട് ഇപ്പം പാടും കേട്ടോ, കരോക്കെ ഇട്ടൊക്കെ പാടും. അപ്പോ എൻ്റെ ചിന്തകൾ, എൻ്റെ ഓർമ്മകൾ ആ പഴയ ആ ഓഫീസ് അന്തരീക്ഷത്തിലേക്ക് പോകാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ രണ്ടുപേരും പാടി പറഞ്ഞത്. താങ്ക് യു. അപ്പൊ നമുക്ക് പഴയ ഓർമ്മകളെ റീകോൾ ചെയ്യാൻ പറ്റും. എന്താണ് ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ അൾഷൈമേഴ്സ് രോഗത്തെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഈ മാസം ഒരു പ്രത്യേകതയുണ്ട്, അറിയാമോ? ആർക്കെങ്കിലും പറയാമെങ്കിൽ. അൾഷൈമേഴ്സ് വേൾഡ് അൾഷൈമേഴ്സ് ഡേ എന്നായിരുന്നു? സെപ്റ്റംബർ ഇപ്പൊ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലൊക്കെ ഡേറ്റ് പറഞ്ഞു. അതുപോലെ തന്നെ വേൾഡ് അൾഷൈമേഴ്സ് അല്ലെങ്കിൽ ഈ ഡിമെൻഷ്യയുടെ പ്രചരണത്തിന് വേണ്ടി, അവയർനെസ്സിന് വേണ്ടി, അതാണ് കറക്റ്റ്, അവയർനെസ്സിന് വേണ്ടി ഒരു മാസം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം പ്രസക്തിയുള്ളൊരു കാര്യമാണ് എന്താണ് ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന പരിണിത ഫലവും ഭയങ്കര ഭയാനകമാണ്. എനിക്ക് തോന്നുന്നു ഡിമെൻഷ്യയെ കുറിച്ച് നമ്മളിവിടെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അല്ലേ സാറേ, ക്ലാസ് എടുത്തിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അൾഷൈമേഴ്സ് രോഗികൾ, ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഈ മറവി രോഗങ്ങൾക്ക് കോമൺ ആയിട്ട് പറയുന്ന പേരാണ്. അൾഷൈമേഴ്സ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ രോഗികൾ കൂടുതൽ ആൾക്കാരുള്ള രോഗമാണ് അൾഷൈമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അൾഷൈമേഴ്സ് എന്നാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് അൾഷൈമേഴ്സ് ഡേ എന്നും അൾഷൈമേഴ്സ് മന്ത് എന്നും ഒക്കെ ഈ സെപ്റ്റംബർ മാസം ആചരിക്കുന്നത്. അപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു സഹായം, ഹെൽപ്പ് പാട്ടിലൂടെ സാധിക്കുന്നു. കാരണം ബ്രെയിൻ സെൽസ് നഷ്ടപ്പെടുന്നതാണ് ഡിമെൻഷ്യയ്ക്ക് കാരണം. അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് സംഗീതത്തിന് സാധിക്കുന്നു എന്നുള്ളതൊരു അത്ഭുതമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അതൊരു മിറാക്കിളാണ്. ഓക്കെ, സംഗീതം നമ്മളെപ്പോഴും പ്രശ്നത്തിലേക്കല്ല നയിക്കുക, പ്രോബ്ലത്തിൽ നിന്നും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അതിനാണ് സംഗീതം നമ്മളെ നയിക്കുക. നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. മൾട്ടിപ്പിൾ സൊല്യൂഷൻസ്, ഇതെല്ലാം പരിഹാരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ഗ്രേ മാറ്റർ എന്ന് പറയുന്ന അതാണ് ക്രിയേറ്റീവ് ചിന്തയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി, മ്യൂസിക് പ്രൊമോട്ട്സ് ന്യൂറൽ അഡാപ്റ്റേഷൻസ്, പുതിയ ന്യൂറൽ പാത്വേ സൃഷ്ടിക്കുന്നു, പുതിയ അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കാനൊക്കെ സംഗീതം സഹായിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഹാപ്പിനെസ്, സാർ പറഞ്ഞു ഡോപ്പാമിൻ. അതാണ് ഡോപ്പാമിൻ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഹോർമോണാണ്, ഏറ്റവും ഹാപ്പിനെസ് ഹോർമോണാണ്. അത് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റവും ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റവും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ, ഒരു സമന്വയം, ഒരു ബന്ധത്തിന്റെ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് ഹാപ്പി ഹോർമോൺസ്. അത് സംഗീതത്തിന് സാധിക്കും എന്നുള്ളതെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹാപ്പിനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു പാട്ടെന്ന് ഞാൻ പറയാം. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ, പ്രിയമാനസം ചൊല്ലും മൊഴി കാതിൽ നീ ചൊല്ലൂ, നിന്റെ കരിവളകൾ പൊട്ടിച്ചിരി ഉണർത്തും പുഴ കണ്ണാടി നോക്കും കാറ്റ്. ഇത് മോഹൻ സിത്താരയുടെയാണ് അല്ലെ സാറ് സംഗീതമാണ്. അത് നല്ല രസമായിട്ടുണ്ട് ആ പാട്ടും അതിൻ്റെ വരികളും ഒക്കെ. ചില പാട്ടുകളൊക്കെ നമ്മളങ്ങനെ ഹോൾഡ് ചെയ്യും, അതിലൊരു പാട്ടാണ്. പിന്നെ കല്ലായി കടവത്ത്, ഇതൊക്കെ നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകുന്ന പാട്ടുകൾ. ഒത്തിരി അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ തേടണം. സംഗീതത്തിനോടൊപ്പം യാത്ര ചെയ്യണം. സംഗീതത്തിന്റെ ഗുണങ്ങൾ ഫ്രീ ആണ് കേട്ടോ,
ആരും പൈസയൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് കിട്ടും. അത് അങ്ങനെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. സംഗീതത്തിന് അത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബോഡിയെ ചിട്ടപ്പെടുത്താൻ സാധിക്കും, ക്രമീകരിക്കാൻ സാധിക്കും, നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കാൻ സാധിക്കും, നമ്മുടെ ബോഡി ഫങ്ഷൻസിനെ ക്രമീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ ഉള്ള ആ അമൃത തുല്യമായ സംഗീതത്തെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മ്യൂസിക് തെറാപ്പിയുടെ സെഗ്മെന്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പാട്ടുകളിലേക്ക് പോകാം. A.T. ഉമ്മർ എന്ന അനശ്വര ഗായകനെ കുറിച്ച്, മ്യൂസീഷ്യനെ കുറിച്ച് ഷാബു ഗംഗാധര സാർ പറഞ്ഞ് നമ്മുടെ അതിന്റെ പാട്ടുകളിലേക്ക് പോകാം. ഷാബു സാർ. യെസ്, താങ്ക് യു സാർ, താങ്ക് യു സാബു സാർ, താങ്ക് യു ജോസഫ് സാർ. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം. എത്ര മനോഹരമായിട്ടുള്ള വരികളാണ്. ഞങ്ങളുടെ നാട്ടുകാരൻ കുട്ടിയാണ് യൂസഫ് അലി കച്ചേരി, തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം മധുരമധുരമായിട്ടുള്ള ഗാനങ്ങളൊക്കെ എഴുതും. അപ്പൊ ആ അനുരാഗം, കരളിലേക്ക് അനുരാഗം ഒരാളോട് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തരം വാക്കുകളിലൂടെയാണ് പറയാൻ. എന്ത് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ കൊടുക്കുക ആ പാട്ടുകൾക്കൊക്കെ. ചില പാട്ടുകൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്തവും കിട്ടില്ല എന്ന് പറയില്ലേ, നമ്മളൊക്കെ ഏതൊരു ലോകത്തേക്ക് പോകും. സാധാരണ നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിന്റെ ഈണത്തിനൊത്താണ് നമ്മൾ തലയാട്ടുന്നത്. സാധാരണ എല്ലാവരും അതിന്റെ താളവും ഈണമൊക്കെയാണ് ആദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരിക. പക്ഷെ പിന്നീട് നമ്മൾ കുറച്ചും കൂടി ആ ഗാനത്തോട് ഫെമിലിയർ ആവുമ്പോഴാണ്, അതിന്റെ വരികളുടെ അർത്ഥം കൂടി മനസ്സിലാക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ അലിഞ്ഞു ചേരുന്നത്. അപ്പോഴാണ് അതിന് കവി എന്താണ് ഉദ്ദേശിച്ചത്, അതിന് എത്രമാത്രം ഡയമെൻഷൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്നത് അപ്പോഴാണ്. ഓരോ വരികളും, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടിന്റെ വരികൾ പലരും അതിന്റെ അർത്ഥം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അത് ഓരോ വരികളായിട്ട് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കൂ. അപ്പൊ അതിന്റെ ആ മനോഹാരിതയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇന്നത്തെ ഈ സെഷന്റെ പേര് തന്നെ പാട്ടിന്റെ നീലജലാശയത്തിൽ. ഞാനൊരു കാര്യം ഒന്ന് ഓപ്പൺ ആയിട്ട് ചോദിച്ചോട്ടെ. A.T. ഉമ്മർ എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം അത്രയധികം ധാരാളമായിട്ട് പരാമർശിക്കാത്ത ഒരു പേരാണ് A.T. ഉമ്മർ എന്നുള്ളത്. സംഗീത സംവിധായകരുടെ ഇടയിൽ തന്നെ അധികം പരാമർശിച്ച് കണ്ടിട്ടില്ല. 2001 അദ്ദേഹം മരിക്കേണ്ട. 1933 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ A.T. ഉമ്മർ എന്നുള്ള വ്യക്തിയെ പറ്റി കേൾക്കാത്തവർ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയാമോ? അതിന് കുഴപ്പമില്ല. കാരണം കേരളത്തിൽ വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്ത ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു A.T. ഉമ്മർ എന്നുള്ളതാണ് പറയാനുള്ള ഒരു സാഹചര്യം വരുന്നത്. കാരണം അധികം കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ദേവരാജൻ മാസ്റ്ററും അർജുനൻ മാസ്റ്ററും ദക്ഷിണാമൂർത്തിയും ബാബുരാജും ഒക്കെയുള്ള മഹാരഥന്മാരുടെ ആ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ പറ്റി നമുക്ക് അധികം മനസ്സിലാകാതെ പോയത്. പക്ഷേ അദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകൾ ഓരോന്നെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരു 23-24 പാട്ടുകൾ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എടുത്ത് നോക്കുന്നത് എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. മെലഡീസിനൊക്കെ എത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓഡിബിൾ അല്ലേ സാർ? ഐ എം ഓഡിബിൾ? യെസ്, ഓക്കെ. എത്ര മനോഹരമായിട്ടുള്ള, യെസ് സാർ, താങ്ക് യു. എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. പല പാട്ടുകളും നമ്മൾ അദ്ദേഹമാണ് സംഗീതം ചെയ്തതെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അത്രയും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മനോഹരമായ പാട്ടുകളാണ് അദ്ദേഹം ചെയ്തു വെച്ചത്. അപ്പൊ അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ആർക്കെങ്കിലും ഈ ഒരു പേര് അറിയാത്തതായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാർ എനിക്കുണ്ട്. ഉണ്ട് അല്ലെ? ഓക്കെ, ശരിയാണ് മാഡം, കറക്റ്റ് ആണ് അത് പറയുന്നത്. കാരണം അധികം ആരുടെ പേരിട്ടും ഇയാളുടെ ഈ അസാധ്യമായിട്ടുള്ള കലാകാരന്റെ പേര് വന്നിട്ടില്ല എന്നുള്ളത് മീഡിയ ആയാലും, അന്ന് കാലത്ത് ടെലിവിഷൻ, പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. ടെലിവിഷനിലായാലും വളരെ കുറച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹം ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് മലയാളത്തിൽ, അതായത് 60-70 കാലഘട്ടത്തിലാണ് മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ജനിച്ച, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും പഴയത് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പാടിക്കൊണ്ടെടുക്കുന്ന പഴയ ഗാനങ്ങൾ ഉണ്ടായ കാലഘട്ടമാണ് 60-70 കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലെ ഏറ്റവും കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള മഹാരഥന്മാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദേവരാജ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി, ബാബുക്ക എന്നൊക്കെ പറഞ്ഞത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന രാഘവൻ മാസ്റ്റർ, അതായത് മലയാളത്തിന് ആദ്യത്തെ ഒരു പാട്ട് പോണത് നീലക്കുയിൽ എന്നുള്ള ചിത്രത്തിലുള്ള K. രാഘവൻ മാസ്റ്റർ. അപ്പൊ അവരുടെയൊക്കെ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹവും ഇവിടെ ജീവിച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ അധികം നമ്മൾ അദ്ദേഹത്തെ പറ്റി കേൾക്കാതിരുന്നത്.
അപ്പൊ പാട്ടിന്റെ നീല ജലാശയത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പാട്ട് ഏതാണ്? പാട്ടിന്റെ നീല ജലാശയത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏതാണ് പാട്ട്? നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീളുടെ ലാളനയേറ്റൊരു താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. ഓക്കെ. വളരെ നല്ലൊരു പാട്ട്. ഈ പാട്ട് നമ്മൾ കേൾക്കാത്തവരും അത് ഹൃദയത്തിൽ സൂക്ഷിക്കാത്തവരുമായിട്ട് ആരും ഉണ്ടായിരിക്കില്ല എനിക്ക് തോന്നുന്നു, അല്ലേ? അത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്നേഹം ഈ പാട്ടിനകത്തുണ്ട്, ഇല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? ഇല്ല. അതെ, മികച്ച ബിച്ചു തിരുമലയാണ് ഈ മനോഹരമായിട്ടുള്ള ഈ ഗാനം എഴുതിയത്. ഈ ഒരു പാട്ടിന്റെ ആദ്യത്തെ വരികൾ അല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഗാനരചയിതാക്കൾ നേരിടുന്ന ഏറ്റവും ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവർ ഒരു ഗാനം എഴുതാനിരിക്കുമ്പോൾ ആദ്യത്തെ വാക്ക് എന്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ചിലരൊക്കെ പെട്ടെന്ന് എഴുതും, പക്ഷെ അതിന്റെ ആ ഒരു സൃഷ്ടി ഉണ്ടല്ലോ, ആ സൃഷ്ടി സമയത്ത്, കാരണം നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാട്ടുകളുണ്ട്. ആ പാട്ടുകളുടെ ഒന്നും പല്ലവി പാടില്ല, കാരണം അതൊക്കെ വന്നുപോയി, ഓൾറെഡി വന്നു കഴിഞ്ഞു. ആ പല്ലവിയുടെ ആദ്യത്തെ വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞു. ഒരു ഗാനം ഏറ്റവും ശ്രദ്ധിക്കുന്നത് അതിന്റെ ആദ്യത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് എന്താണ് എന്നുള്ള അനുസരിച്ചിട്ടാണ്. അപ്പൊ ഈ ആദ്യത്തെ വാക്കുമ്പോ പിടിച്ചാണ് എല്ലാവരും ഒത്തിരി സമയം അവരിയ്ക്കുന്നത്. കാരണം പല്ലവിയിൽ അത്തരം ഒരു പാട്ട് വന്നാൽ അത് മുൻപ് വന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ വാക്കുമായി സാമ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഇതിൽ നീലജലാശയത്തിൽ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ ബിച്ചു തിരുമലയ്ക്ക് കിട്ടിയത് അവിചാരിതമായിട്ടാണ്. അദ്ദേഹം റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നോട്ടീസ് കിട്ടിയിരുന്നു. ആ ഒരു നോട്ടീസിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ നീല ജലാശയം എന്നുള്ളൊരു വാക്ക് തന്നെ അദ്ദേഹത്തിന് കിട്ടിയത്. പെട്ടെന്ന് കിട്ടിയതൊന്നല്ല. അപ്പൊ അദ്ദേഹം ആ വാക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഗാനം എഴുതി വെച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അംഗീകാരം എന്നുള്ള ഒരു സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എഴുതാൻ വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആ ചർച്ചയ്ക്കിടയിൽ ഈ ഒരു കഥാസന്ദർഭം അദ്ദേഹത്തോട് വിവരിച്ചപ്പോൾ ബിച്ചു തിരുമലയ്ക്ക് തോന്നി, ഞാൻ ഈ എഴുതി വെച്ച പാട്ട് ഈ ഒരു കഥാസന്ദർഭത്തിന് ആപ്റ്റ് ആവും എന്ന് വിചാരിച്ച് അദ്ദേഹം ഈ പാട്ട് അങ്ങനെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ മനോഹരമായിട്ടുള്ള ഈ പാട്ടിന്റെ ഒരു ഉദയം എന്ന് പറയുന്നത്. നീല ജലാശയത്തിൽ എന്ന മനോഹരമായിട്ടുള്ള വരികൾ ഇത് സിനിമയിൽ അഭിനയിച്ച ശ്രീദേവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ശ്രീദേവി പാടി അഭിനയിക്കുന്നതുമായി എനിക്ക് തോന്നുന്നു നീല ജലാശയത്തിൽ എന്നുള്ള അംഗീകാരം എന്നുള്ള സിനിമയിൽ. അതുപോലെ തന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന രാത്രി 1 മണിക്കാണ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നത് നീല ജലാശയത്തിൽ. കാരണം അന്ന് യേശുദാസ് ഏറ്റവും തിരക്കുള്ള മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള പാട്ടുകാരനാണ് യേശുദാസ്. അപ്പൊ അദ്ദേഹം സ്റ്റുഡിയോകളിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും തിരക്ക് പിടിച്ചൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം 12 പാട്ടുകൾ പൂർത്തിയാക്കി അന്നൊരു ദിവസം പാടും. ഒന്ന് ആലോചിക്കണം, ഒരു ദിവസം 12 പാട്ടുകൾ പാടി പൂർത്തിയാക്കി രാത്രി 12:30-ക്കാണ് ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്നപ്പോ യേശുദാസിന്റെ അന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഏറ്റവും വെറും സിനിമയുടെ സംവിധാനം നിർമ്മാതാവൊക്കെ പറഞ്ഞു, ഇനി ദാസേട്ടൻ പാടണ്ട, കാരണം ഇത്രയും ടയർഡായില്ല. ഒരു 12 പാട്ട് ഒരു ദിവസം ഒരാൾ പാടുക എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡിങ്ങിന് അന്നൊക്കെ ഇന്നത്തെ പോലെയല്ല. ഒന്ന് തെറ്റിച്ചാൽ വീണ്ടും ആദ്യം തുടങ്ങി അവസാനം വരെ നമ്മൾ പാടണം ഒരു പാട്ട്. നീലജലാശയത്തിൽ നിന്ന് തുടങ്ങി പല്ലവി, അനുപല്ലവി, ചരണം അവസാനം വരെ ഒറ്റ ടേക്കിലായിരിക്കണം ഒരു പാട്ട് പാടേണ്ടത്. ഇന്നിപ്പോ അങ്ങനെയല്ല. നീലജലാശയത്തിൽ നീലയുടെ ലാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ലാ തന്നെ രണ്ടാമതൊന്ന് പാടി കറക്റ്റ് ചെയ്ത് വെക്കാം. ടെക്നോളജി ഒന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. അപ്പൊ ഒറ്റ ടേക്കിൽ പാട്ട് ഫുള്ള് പാടി റെക്കോർഡ് ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ അപ്പൊ 12 പാട്ട് പാടുവാൻ എത്ര സമയം എടുക്കുന്നു നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ദാസേട്ടൻ പറഞ്ഞു, വേണ്ട, എന്തായാലും ഞാനിത് പാടിക്കൊള്ളാം എന്ന് പറഞ്ഞ് 13ാമത്തെ പാട്ടായിട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് പോകുമ്പോ 2 മണി കഴിഞ്ഞ് 2-3 മണിക്കായി ഈ പാട്ട് റെക്കോർഡിങ് പോകുന്നത്. ആ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ദാസേട്ടൻ ഈ ഏറ്റുമർ എന്ന് പറയുന്ന ഒരു സംഗീത സംവേദന പേര് അദ്ദേഹം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ വളരെ ശാന്തശീലാണ്, സൗമ്യശീലാണ്, ഒരാളോടും എന്താ പറയുക മറുത്തൊന്നും പറയില്ല. അപ്പൊ ഇങ്ങൊരു കണക്കിന് ഏറ്റുമർക്കാണെങ്കിൽ ഏറ്റവും അദ്ദേഹത്തിന്റെ ഇഷ്ട ഗായകൻ ആരാണ്? യേശുദാസ് തന്നെയാണ്. അപ്പൊ ദാസേട്ടൻ ഏറ്റുമാരുടെ അടുത്തുനിന്ന് ചോദിച്ചു, തൃപ്തിയായില്ലേ എന്നൊരു വാക്ക് ചോദിച്ചു. ഈ പാട്ട് മനോഹരമായിട്ടുള്ള പാട്ട് പാടി കഴിഞ്ഞ് തൃപ്തിയായില്ലേ? തൃപ്തിയായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്താ പറയാ കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്ന് പറഞ്ഞ സങ്കടത്താല്
അപ്പൊ അത്രയും ഒരു സൃഷ്ടിക്ക് വളരെ ഒരു പ്രാധാന്യം കൊടുത്ത ഒരു പാട്ടാണത്. അപ്പൊ ആരെങ്കിലും പാടുന്നുണ്ടോ ഇതിന്റെ നീലജലാശയത്തില്? പല്ലവി ആരെങ്കിലും പാടി, അനുപല്ലവി ആർക്കെങ്കിലും പാടാം? ഹംസങ്ങൾ സ്വപ്നങ്ങളാ ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളാ അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. താങ്ക് യു. അടുത്ത സ്റ്റാൻസയോടെ പാടാം. നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലും എന്നിലും ഉൾപ്രേരണകൾ ഉത്സവ മത്സരമാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നിർത്തിയ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാൻ പാടാം. അടുത്ത സ്റ്റാൻസ് വേണമെങ്കിൽ പറഞ്ഞു പറഞ്ഞെങ്കിലും എനിപ്പടി ജോസഫ് സാറേ. അല്ല, പാട്ട് കഴിഞ്ഞില്ലേ? നിമിഷം വാചാൽ 2 സ്റ്റാൻഡ് അനുപല്ലവിയും കഴിഞ്ഞു. പാടി ശരണോ പാടി അടുത്ത പാട്ട് അനുപല്ലവിയും ചരണമൊക്കെ പാടി കഴിഞ്ഞു. അടുത്തതിലേക്ക് പോവാം. ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? പാടി പാടണമെങ്കിൽ പാടിക്കോളൂ. ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ പാടിക്കോളൂ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമല്ലേ നീലജലാശയത്തിൽ? അല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടല്ലേ? ആ, മേഡം പാടുന്നുണ്ടോ? ശ്രീകുമാരി മേഡം. ഏതോ നീലജലാശയം ഞാൻ വേറെ നിന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ. ആ, അത് നമുക്ക് പാടാം, അടുത്ത് വരുമ്പോ പാടാം കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോവാം. സാബു സാർ, വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തൊരു. വൃശ്ചിക രാത്രി തൻ പാടട്ടെ. പാടിക്കോ. ഫസ്റ്റ് ഞാൻ പാടാം. അടുത്ത സ്റ്റാൻസ് ആള് പാടിക്കുന്നു. നിങ്ങൾ പാടേണ്ടത് റിപ്പീറ്റ് ചെയ്ത് പാടിക്കോ, കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും അവസരം മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. 4 താരകൾ യവനികയ്ക്കുള്ളിൽ നിന്നും നീലച്ച കൺമുനകൾ എറിഞ്ഞപ്പോൾ 4 താരകൾ യവനികയ്ക്കുള്ളിൽ നിന്നും നീലച്ച കൺമുനകൾ എറിഞ്ഞപ്പോൾ
കോമളവദനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. കോമളവദനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. Okay, thank you. Thank you. കാമുകനാരെന്ന് ഭൂമിയും മാനവും നോക്കി നിന്നു. പരിണയം നടക്കുമോ മലരിന്റെ ചെവികളിൽ പരിമൃദു പവനൻ ചോദിക്കുന്നു. Okay, thank you. രമ്യ ഇല്ലേ? രമ്യ ഗിരീഷ്, രമ്യ ഒന്ന് പാടാമോ പാട്ട്? എന്നെ ആർക്കും അറിയില്ലല്ലോ, ഞാൻ തന്നെ മിണ്ടാതിരിക്കായിരുന്നു. കുഴപ്പമില്ല, രമ്യ പാട്ട് പാടും. രമ്യ എന്റെ നാട്ടുകാരി കൂടിയാണ് രമ്യ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വൃശ്ചികരാത്രിതൻ അരമനമുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ ഒരുക്കി. വൃശ്ചികരാത്രിതൻ അരമനമുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. നാലഞ്ചു താരകൾ നീലച്ച കൺമുനകൾ എറിഞ്ഞപ്പോൾ കോമളവദനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. കോമളവദനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. വൃശ്ചികരാത്രിതൻ അരമനമുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. ഇത് പി ഭാസ്കരന്റെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. പി ഭാസ്കരന്റെ ഗാനങ്ങളിലൊക്കെ എന്താ പറയുക, ഒരു ലാളിത്യമുണ്ട്, നമ്മുടെ ഗ്രാമീണ ഭംഗിയുടെ ഒരു ലാളിത്യം. വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം പാട്ടുകളൊക്കെ രചിക്കുക എന്നുള്ളതാണ് എന്റെ പി ഭാസ്കരന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കടുകട്ടി വാക്കുകളൊന്നും അദ്ദേഹം ഉപയോഗിക്കില്ല. വളരെ എന്താ പറയാ, ലളിതമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ എഴുതുന്ന ആളാണ് പി ഭാസ്കരൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം യേശുദാസും പി സുശീലയും കൂടിയാണ് ഈ പാട്ട് പാടിയത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഡ്യുവറ്റ്, യുഗ്മഗാനങ്ങളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗാനങ്ങൾ എടുത്താൽ അതിലൊരു ഗാനം ഇതാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ഗാനത്തിന്റെ സംഗീതം ചെയ്തതുകൊണ്ട് നമ്മുടെ ദേവരാജൻ മാസ്റ്റർ ഉണ്ടല്ലോ, അതായത് മലയാള ഗാനരംഗത്തിന്റെ സംഗീത ചക്രവർത്തി ദേവരാജൻ മാസ്റ്റർ എ.ടി. ഉമ്മറെ വിളിച്ച് പ്രത്യേകം അഭിനന്ദിച്ചു ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് അദ്ദേഹം ചെയ്തത് അറിഞ്ഞിട്ട്. അത്രയും ഇഷ്ടപ്പെട്ടു ദേവരാജൻ മാഷ്ക്കൊക്കെ മറ്റൊരു ആളുടെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട് വളരെ കുറവ് അങ്ങനെ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ അപ്പൊ അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയ അവാർഡ് പോലെയാണ് എ.ടി. ഉമ്മർ പറയുന്നത്. ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചൊരു വലിയൊരു കലാകാരനാണ് ദേവരാജൻ മാഷ്. അപ്പൊ ദേവരാജൻ മാഷ് ഇന്ന് ഈ ഒരു പാട്ടിന് അഭിനന്ദനം കിട്ടിയപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയൊരു അവാർഡ് അദ്ദേഹം അതാണ് വിചാരിച്ചത്. 1976 അദ്ദേഹത്തിന് എ.ടി. ഉമ്മറിന് സംസ്ഥാനത്തിന്റെ ഒരു ഏറ്റവും മികച്ച ഗാനം ചെയ്തതിനുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. തുഷാര ബിന്ദുക്കളെ എന്നുള്ളൊരു പാട്ടിന് എസ് ജാനകി പാട്ടി തുഷാര ബിന്ദുക്കളെ എന്നുള്ളൊരു പാട്ടിന് അദ്ദേഹത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോവാലോ. ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ, ഒരു യുഗം തരൂ നിന്നറിയാൻ. ഈ പാട്ട് എഴുതിയേക്കണ ആരാന്നറിയാം? ആർക്കെങ്കിലും അറിയാൻ പറ്റും? ഇത് നമ്മൾ എഴുതിയത് സത്യൻ അന്തിക്കാടാണ്. സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് എഴുതിയ മനോഹര ഒരു പാട്ടാണ് ഒരു നിമിഷം തരൂ. സത്യൻ അന്തിക്കാട് ലിറിക്സ് വളരെ അതെ പെട്ടെന്ന് ലളിതമായിട്ടുള്ള ഒരു പാട്ട്. ഒരു നിമിഷം തരും നിന്നിൽ അലിയാൻ എനിക്ക് ഒരു നിമിഷം വരും, പക്ഷെ നിന്നെ അറിയാൻ ഒരു യുഗം വേണം എന്നാണ് പറയുന്നത്. അത് കുറച്ചെന്തായാലും ഒരു ഐറണി ചേർത്താണ് അദ്ദേഹം പറഞ്ഞത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. പാടിക്കോളൂ. ആരാ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോളൂ. അറിയാവുന്നൊരു പാടിക്കോ. വിളിക്കാൻ നോക്കണ്ട.
ഒരു ഓക്കെ നിമിഷം തരൂ നിന്നിലലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം. നീല ഓക്കെ വെരി ഗുഡ്. ആ മതി മതി. പഠിക്കോളൂ. അടുത്ത ആൾ പഠിക്കോളൂ, കുഴപ്പമില്ല, പഠിക്കോളൂ. കന്യകൾ നിന്നീലമിൽ കണ്ടു മുഖം കുനിച്ചു, നീലാംബരത്തിലെ നീരത കന്യകൾ നിന്നീലമിൽ കണ്ടു മുഖം കുനിച്ചു. ആ നീലമേഘകളിലൊരു നവ സ്വപ്നമായി നിർമ്മലേ എന്നനുരാഗം തളിർത്തുവെങ്കിൽ, ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം. ഓക്കെ താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ ഈ പാട്ടിനെ പ്രണയിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് നേരത്തെ പാട്ടിട്ട് തന്ന കാരണം നിങ്ങൾക്ക് ഒരു ഫെമിലിയർ ആവും സാധാരണ പാട്ടുകളെ കൊണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടിക്കോളൂ. ആരുമില്ലേ? ഓക്കെ അപ്പൊ പഠിക്കോളൂ. രമ്യ പാടിക്കോളൂ. നീർമുത്തു ചൂടിയ ചെമ്പനീർമൊട്ടുകൾ നിൻ ചെഞ്ചുടി കണ്ടു തളർന്നു നിന്നു. ആ ചെഞ്ചുടികളിൽ ഒരു മൗനഗീതമാ ഓമലേ എൻ മോഹം ഉണർന്നുവെങ്കിൽ, ഒരു നിമിഷം തരൂ നിന്നെ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം. ഓക്കെ രമ്യയുടെ സൗണ്ട് കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോയാലോ? സാബു സാർ സാർ കേൾക്കുന്നില്ലേ? കാറ്റ് താരാട്ട്. കാറ്റ് താരം. അതെ, IV ശശിയുടെ അഹിംസ എന്നുള്ളൊരു സിനിമയിലെ പാട്ടാണ് കാറ്റും താരാട്ടും എന്നുള്ളത്. ബിച്ചു തിരുമല എന്നെ എഴുതിയ പാട്ടാണ്. ഈ ബിച്ചു തിരുമല ഒരു അസാധ്യമായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് കേട്ടോ. അദ്ദേഹം മരിച്ചുപോയി. എന്താ ശൂന്യതയിൽ നിന്ന് പോലും വാക്കുകൾ നിർത്തി നിമിഷ നേരങ്ങൾ കൊണ്ട്, അങ്ങനെ കുറച്ച് ആളുകളേ ഉള്ളൂ നമ്മുടെ ഇടയിൽ. ബിച്ചു തിരുമല, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, ഇവരൊക്കെയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പാട്ടുകൾ. കാരണം സംഗീത സംവിധായകൻ ഈണം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഈണത്തിനനുസരിച്ച് വാക്കുകൾ അടക്കി ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം ഉണ്ടാക്കുന്നു അവർ. അപ്പൊ അഹിംസ IV ശശിയുടെ ഒരു മിക്ക പടത്തിലും ഈ 70-80 കാലഘട്ടത്തിലെ എല്ലാ പടത്തിലും ഒരു വിധം നമ്മുടെ ഇദ്ദേഹം തന്നെയായിരുന്നു സംഗീതം കൊടുത്തത്. കാറ്റു താരാട്ടും കിളിമരത്തുണിയിൽ കന്നീളം പെൺമണി നീ വാവാവൂ. ആരെങ്കിലും പാടും? കാറ്റും കിളിമരത്തോണിൽ കന്നീളം പെൺമണി നീ വാവാവൂ വാവാവൂ. കാറ്റു താരാട്ടും കിളിമരത്തോണിൽ കന്നീളം പെൺമണി നീ വാവാവൂ വാവാവൂ. താങ്ക് യു. പാടിക്കോളൂ. അടുത്ത ആള്. ഓളം ഒരു താളം
ലയമേളം വിളയാടും കാറ്റുതാരാട്ടും പഴമുതിർച്ചോലയിൽ പാൽനുരയും കുഞ്ഞലകൾ രാരാരോ രാരാരോ. ഓക്കെ, താങ്ക് യു. സാബു സാർ, ഇതിൽ നമ്മൾ പ്രിയമുള്ളവളെ നിനക്ക് വേണ്ടി അതുണ്ടോ? ബ്രഹ്മാനന്ദം പാടിയത് പ്രിയമുള്ളവളെ, തെക്കൻ കാറ്റ്. പി ഭാസ്കർ എഴുതിയ പ്രിയമുള്ളവളെ. ജോസഫ് സാർ ആ പാട്ടൊന്ന് പാടും, പ്രിയമുള്ളവളെ. ഇതല്ല, ഇതിലില്ലാന്ന് തോന്നുന്നു. ഇതിലില്ല, നമ്മുടെ ഇതിൽ PPT ഉണ്ടാവില്ല. അതൊന്നും എടുത്താ മതി. ആ യെസ്, പ്രിയമുള്ളവളെ. ബ്രഹ്മാനന്ദൻ, KP ബ്രഹ്മാനന്ദൻ സാധ്യത. നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി. ജോസഫ് സാറേ വരൂ. ജോസഫ് സാറ് എവിടെയാ? പ്രിയമുള്ളവളെ പാടൂ. പോയ ആള് പാടു പാടു. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ, ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ, വിശുദ്ധയായി നീ വികാരരാജാങ്കണത്തിൽ വികാരരാജാങ്കണത്തിൽ. താങ്ക് യു. ജോസഫ് സാർ പോയിന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ആൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളായിരുന്നു. പാതിരക്കാറ്റും പതിങ്ങി നിൽപ്പൂചാരേ, ഹൃദയവും ഹൃദയവും പറയും കഥകൾ കേൾക്കാൻ പ്രിയമുള്ളവളേ. ഓക്കെ, ആർക്കെങ്കിലും പാടാൻ പാടിക്കോളൂ കേട്ടോ. ഓക്കെ, അടുത്ത കാലത്തിലേക്ക് വന്നോളൂ. നമുക്ക് സമയം വളരെ വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? വേറെ ആരെങ്കിലും ഈ പാട്ട് പാടുന്നുണ്ടെങ്കിൽ പാടിക്കോളൂ. ഇല്ലെങ്കിൽ അടുത്ത കാലത്തിൽ വിട്ടോളൂ. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇനിയും കുറച്ച് പാടുകളുണ്ട്. അടുത്ത് വിട്ടോളൂ. രാഗേന്ദു കിരണങ്ങൾ. അതാണോ? ഇതല്ലല്ലോ, അടുത്ത പാട്ട് ഇതല്ലല്ലോ, അത് ലാസ്റ്റ് പാട്ടല്ലേ? ഓർഡർ കറക്റ്റ് അല്ല. എന്റെ ജന്മം നീ എടുത്തു, ആ ഒരു പാട്ടെടുക്കും. എന്റെ ജന്മം. എന്റെ ജന്മം. ഇത് വരട്ടെ, പാടാൻ വരട്ടെ, ഒരു മിനിറ്റ്. ഇതാ ഒരു ധിക്കാരി എന്ന് പറഞ്ഞ 1981 ഒരു പടത്തില്, സിനിമയിൽ ഇറങ്ങിയതാണ്. യേശുദാസും ജാനകിയും കൂടി പാടിയ ഒരു പാട്ടാണ്. അത് നമ്മൾ എന്താ പറയാ, ഒരു പ്രണയത്തിന്റെ ഒക്കെ ഒരു മറ്റൊരു മുഖം. നമ്മൾ സ്വന്തമാക്കുന്നത് എപ്പോഴും നമ്മൾ കാണുന്നതോ തൊടുന്നതോ അല്ലെങ്കിൽ ചുംബിക്കുന്നതോ അതൊന്നുമല്ല യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞു വെക്കുകയാണ് കവി. ഞാൻ നിന്നെയും നീ എന്നെയും എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിവാണ് നമ്മളുടെ ഈ പ്രണയം എന്ന് പറയണം. നീ എവിടെയായാലും, ആരുടെ കൂടെ ആയാലും, ആരുടെ സ്വന്തമായാലും, നിന്റെ മനസ്സിലൊരു കോണിൽ ഞാൻ ഓർമ്മയായി ഞാൻ എപ്പോഴും ഉണ്ടാകും എന്നതാണ് എന്റെ ധൈര്യവും വിശ്വാസവും. മരണം വരെയും നിന്നെയല്ലാതെ മറ്റാരെയും സ്നേഹിക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ എനിക്ക് നിന്നോടുള്ള പ്രണയം. അതൊക്കെ വെളിവാക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഈ എന്റെ ജന്മം. എന്റെ ജന്മം നീയെടുത്തു, നിന്റെ ജന്മം ഞാനെടുത്തു, നമ്മിൽ മോഹം പൂവണിഞ്ഞു, തമ്മിൽ തമ്മിൽ തേൻ ചൊരിഞ്ഞു, കൈകളിൽ തൊട്ടിലാക്കി പാടിടാം ഞാനാരോ, കൈകളിൽ തൊട്ടിലാക്കി പാടിടാം ഞാനാരോ, നീ
മോളായി നീ എനിക്ക് മോനായി. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നീ എനിക്ക് മോളായി, നീ എനിക്ക് മോനായി എന്ന് പറയുമ്പോ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ആരാരോ പാടുകയാണെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ. അതായത് ഭാര്യയും ഭർത്താവും അവരുടെ തമ്മിൽ പ്രണയം അവര് മോളായും മോനായും അവർ അവതരിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. പലരും ഇതൊരു ഉറക്കുപാട്ടാണ്, രാരിയിലോ പാട്ടാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വരുന്ന പ്രണയത്തിന്റെ മറ്റൊരു ഭാവമാണ് ഈ പാട്ടിൽ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. പൂവച്ചൽ ഗാഥ പാടിക്കോളൂ. അനുപല്ലവി വെച്ചാരണോ പാടിക്കോളൂ. നിൻ കവിളിൽ അതൊട്ട് പാടിക്കോളൂ. നിൻ കവിളിൽ ചൊടിയിൽ ചുംബനങ്ങൾ ഞാൻ നിറയ്ക്കും, നിൻ ചിരിയും നിൻ കളിയും കണ്ടുകൊണ്ട് ഞാനിരിക്കും, കണ്ടുകൊണ്ട് ഞാനിരിക്കും. കൈകളിന്ന് തൊട്ടിലാക്കി പാടിടാം ഞാനാരോ, കൈകളിന്നു തൊട്ടിലാക്കി പാടിടാം ഞാനാരോ. എന്റെ ജന്മം നീയെടുത്തു, നിന്റെ ജന്മം ഞാനെടുത്തു, നമ്മിൽ മോഹം. താങ്ക് യു സാർ. താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? പാടാത്തവർ കുറെ ഉണ്ടല്ലോ, കുറെ പേരുണ്ടല്ലോ. അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടുപേര് പാടിയിടും. എന്നാലേ നിങ്ങൾ അറിയാവുന്ന അതെ ലിറിക്സിൽ കൊടുത്തിട്ടുണ്ട്. സാബു സാർ മനോഹരമായിട്ട് ലിറിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പാടുകയേ വേണ്ടു. ഈണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കല്ലോ. 2 വാക്ക് 2 വരി. ഞാൻ വിളിക്കട്ടെ. സ്നേഹതമുണ്ട്, ദീപക് ഉണ്ട്, സിനിമാരിമാമ്പാടി, പിന്നെ ഉണ്ടല്ലോ ലൈജു, അബ്ദുൾ റഹീം സാർ, ജോർജ് സാർ, ഷേർലി മാം. ആർക്കെങ്കിലും എനിക്ക് പാടാൻ അറിയില്ല, ആസ്വദിക്കാൻ അറിയാം. അപ്പൊ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേരും പാടാം. ഈ ആസ്വാദനം 2 വരി പാടാൻ കുഴപ്പമൊന്നുമില്ല. പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ഇതൊന്നും എനിക്ക് അറിയാനില്ല. എന്റെ പൊന്നു മോളുറങ്ങൂ, അത്രേ കാണുന്നു. അടുത്ത നീയെടുത്തു നിന്റെ ജന്മം ഞാൻ. അടുത്ത പാട്ടിലേക്ക് പോവാം. പിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ. അടിപൊളി. ഇതൊക്കെ ഭയങ്കര സെന്റിമെന്റൽ സോങ് ആണ് കേട്ടാ. നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ. ഭയങ്കര സെന്റിമെന്റൽ സോങ് ആണ് ഇതൊക്കെ. ചുണർത്തുവാൻ പൂമൊട്ടു തേടിയ പാട്ട് പാട്ടിയ ചുംബിച്ചുണർത്താൻ പൂമൊട്ടു തേടിയ ചുണ്ടുകൾ ദാഹം മറന്നുപോയോ. പാടുന്നുണ്ടോ ആരെങ്കിലും വരെ? പാടിക്കോളൂ. അപ്പൊ നിർത്തിയ വേറെ ആരോ പാടുന്നുണ്ടായിരുന്നല്ലോ. ജീവിതവാടിയിൽ മൂകവിഷാദ തുഷാരമുനി ഏതോ മൃദുലതളങ്ങളിൽ നേടിയ കാണുന്നു. ഓക്കെ, എല്ലാ ഇതിന്റെ ആദ്യത്തെ സ്റ്റാൻസ് ഒക്കെ അറിയാം. നിങ്ങൾ ആദ്യത്തെ സ്റ്റാൻസ് ആയാലും പാടിക്കോളൂ. കാരണം നമുക്ക് അറിയാവുന്ന അറിയാൻ പാടില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കണ്ട കേട്ടോ. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോവാം. ഇത് എളുപ്പമാണോ? സ്വർണ്ണമുകിലുകൾ. അടിപൊളി. രമ്യ ഇതൊന്ന് പാടും. രമ്യ, സ്വർണ്ണമുകിലുകൾ സ്വപ്നം കാണും. പവിത്രൻ എഴുതിയ ഡോക്ടർ പവിത്രൻ സംവിധായകൻ തന്നെയാണ് അദ്ദേഹം പാട്ട് എഴുതിയത്. വിലക്കപ്പെട്ട ബന്ധങ്ങൾ. സ്വർണ്ണമുകിലുകൾ സ്വപ്നം കാണും. അല്ല
സ്വർണമുകിലുകൾ സ്വപ്നം കാണും പൗർണമിരാ. യെസ്, പാടിക്കോളൂ. നീ എങ്ങോ കാത്തിരിക്കും കാമിനി എന്നെ കാണാനായി നീ എന്നു വരും കാണാനായി നീ എന്നു വരും സ്വർണമുകിലുകൾ സ്വപ്നം കാണും പൗർണമിരാവിൽ നീ എങ്ങോ കാത്തിരിക്കും കാമിനി എന്നെ കാണാനായി നീ എന്നു വരും കാണാനായി നീ എന്നു വരും. താങ്ക് യു സർ. പാടിക്കോളൂ, പാടിക്കോളൂ. രമ്യ പാടിക്കോളൂ. ഇല്ല, പാട്ട് ഓക്കെ ഓക്കെ അടുത്ത പാട്ട് ഓക്കെ, അടുത്ത ആള് പാടിക്കോളൂ. അറിയണവർ പാടിക്കോ. ഇത് പാടാൻ അറിയാം. നല്ല പാട്ടാണ് അത്. ഇത് കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിച്ചോ പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ എനിക്കു നീ മാപ്പു തരൂ പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ ഭൂമേനി തൊടുകയില്ല പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ ഭൂമേനി തൊടുകയില്ല. ഓക്കെ, താങ്ക് യു. ഈ പാട്ട് കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അതായത് ഡിവോഴ്സ് ആയിട്ടുള്ള ചില ദമ്പതികളൊക്കെ അവരുടെ ബന്ധം വീണ്ടും ഭാര്യയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ശ്രീകുമാരൻ തമ്പിക്കുണ്ടായ അനുഭവമാണ് അത്. അദ്ദേഹം ഗൾഫിൽ പോയപ്പോൾ അദ്ദേഹത്തെ ചില ദമ്പതികൾ ചെന്ന് കണ്ട് ഈ പാട്ട് കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി ഡിവോഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് ഹസ്ബൻഡിന് ഒരു പശ്ചാത്താപം തോന്നുകയും അദ്ദേഹം പിന്നീട് അവരായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ശ്രീകുമാരൻ തമ്പിയെ കാണുകയുണ്ടായി. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ നേരത്തെ ഇതുപോലെ തന്നെ മറ്റൊരു പാട്ടിലും ഞാൻ വിവരിച്ചിട്ടുണ്ടായി. ONV അടുത്ത് ഒരു പാട്ടിന് ഇതുപോലത്തെ ഒരു സംഭവം ONV പങ്കുവച്ചിട്ടുണ്ടായി. നല്ലൊരു പാട്ടാണ്. അതായത് മനസ്സിലുള്ള ദുഃഖമൊക്കെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിന് മാപ്പ് ചോദിക്കുന്ന ഒരു പാട്ട്. ആ തെറ്റുകൾ നമ്മൾ തിരിച്ചറിയുമ്പോഴല്ലേ, അത് തിരിച്ചറിഞ്ഞത് മാപ്പ് ചോദിക്കുമ്പോഴല്ലേ. അത് തെറ്റുകൾ എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് തിരുത്തുമ്പോഴാണ് നമ്മളൊക്കെ മഹാന്മാരാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു സങ്കല്പം വെച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ്. പാടിക്കോളൂ ആരെങ്കിലും. പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ ഭൂമേനി തൊടുകയില്ല പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ ഭൂമേനി തൊടുകയില്ല അമ്പല വിശുദ്ധമാമധരം ചുംബിച്ചു ലയിക്കുകയില്ല ഞാൻ ചുംബിച്ചു ലയിക്കുകയില്ല ചൂടാത്ത കൃഷ്ണ തുളസിയല്ലേ നീ പാടിയ നിർമാല്യം ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനി ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ എനിക്കു നീ മാപ്പു തരൂ. താങ്ക് യു സർ. യെസ്, മനോഹരം, നന്നായി പാടി. അടുത്തതാരാ? മനസ്സിൽ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അവസരമാണ് കേട്ടാ. നിങ്ങളുടെ പങ്കാളികളൊക്കെ ഒരു കേൾക്കും. ചിലപ്പോ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ നിങ്ങളുടെ പങ്കാളികളോടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രീതമനോടോ പ്രിയതമയോടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറയാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് നമ്മൾ സാബു സാർ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരുക്കുന്നത്. ഒരു തെറാപ്പിയാണല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇത്തരം അവസരം നിങ്ങൾക്ക് കൂടി തുറന്നു തരികയാണ്. അപ്പൊ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാ കേട്ടോ. അടുത്ത
അടുത്ത പാട്ടൊന്നും രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല. ഇത് ഒരു ഇത് ഹിന്ദി പാട്ടിന്റെ പകർപ്പാണ് കേട്ടത്. ഇതൊരു ഹിന്ദിയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടാണത്. അപ്പൊ ഐ.വി. ശശിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. അവളുടെ രാവുകൾ സീമ പിന്നീട് ഐ.വി. ശശിയുടെ ഭാര്യയായി തീരുകയും ചെയ്തു. അപ്പൊ ഈ ഒരു പാട്ട് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. ഈ പാട്ട് തന്നെ ഇതിൽ വെക്കണം എന്ന് പറഞ്ഞ് ഹിന്ദി സിനിമ ഒരു പാട്ടിന്റെ ട്യൂൺ അങ്ങനെ അഡാപ്റ്റ് ചെയ്തെടുത്താണ്. പക്ഷെ വളരെ ഭംഗിയായിട്ട് ജാനകിയുടെ ഈ ഒരു വെർഷൻ ഉണ്ടല്ലോ, ഈ രാഗേന്ദു കിരണങ്ങൾ, ഈ വെർഷൻ വളരെ മനോഹരമായിരുന്നു. അത് കേരളത്തിൽ നല്ല എല്ലാവരുടെയും കേരളത്തിന് പുറത്തും വളരെ വിജയിച്ച ഒരു പാട്ടാണ് രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അതിന്റെ പാടിക്കോളൂ. പാടട്ടെ സാറേ. രാഗേന്ദു കിരണങ്ങൾ ഒളി വീശിയല്ല, രജനീ കദംബങ്ങൾ മിഴിച്ചിന്നിയില്ല, മദനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി, മനവും തനുവും മരുഭൂമിയായി, നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ, എന്നും അവളുടെ രാവുകൾ. ആലംബമില്ലാത്ത നാളിൽ അവൾ പോലും അറിയാത്ത നേരം, കാലം വന്നാൽ കന്നിപ്പൂവിൻ കരളിനുള്ളിൽ കളിയമ്പെയ്തു, രാവിൻ നെഞ്ചിൽ കോലം തുള്ളും രോമാഞ്ചമായവൾ മാറി. താങ്ക് യു സർ. താങ്ക് യു. പഠിക്കോളൂ. ആരെ പാടാത്തവരാരൊക്കെയാ? പാടാത്തവര് പാടട്ടെ. ഇനിയും പാടാത്തവര് ഒരുപാട് പേരുണ്ടല്ലോ. രണ്ടുപേരും പാടും. നിങ്ങൾ ഞങ്ങൾ വലിയ ഗായകരാന്നൊന്നും പറയുന്നില്ല. നമ്മളുടെ കഴിവിന് ആ ഇൻഹിബിഷൻ മാറട്ടെ. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് തുറന്ന് പാടുവാനായിട്ടുള്ള നിങ്ങളുടെ ഇൻഹിബിഷൻ അതൊക്കെ പോട്ടെ. പ്രിയമുള്ളവളെ ഏതെങ്കിലും പാട്ട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും പാട്ട് വെച്ച് തരാം. ഈ പറയുന്ന പാട്ട് വെക്കാം. ഏതെങ്കിലും പാടാം. ഇത് ഒന്നും കൂടെ പാടാൻ ഉള്ളവർ പാടിക്കോളൂ. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും സ്വപ്നോപഹാരം. സാർ ഇതൊന്ന് ലിറിക്സ് കാണുന്നില്ലല്ലോ. യെസ്, ഓക്കെ. പിന്നെയും സ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു നീ എന്റെ വികാര രാജാങ്കണത്തിൽ. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി. പാടിക്കോളൂ. ആരാ പാടുന്ന അടുത്ത്? പെട്ടെന്ന് പാടത്തെ. അടുത്ത അനുപല്ലവി ചരണം തൊട്ട് പാടിക്കോ. പാലൊളി ചന്ദ്രനും പാതിരാക്കാറ്റും. അവിടെ തൊട്ട് പാടിക്കോ. പാലൊളി ചന്ദ്രനും പാതിരാക്കാറ്റും പതുങ്ങി നിൽപ്പൂചാരേ. പാലൊളി ചന്ദ്രനും പാതിരാക്കാറ്റും പതുങ്ങി നിൽപ്പൂചാരേ. ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ, പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി
ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ. താങ്ക് യു സാർ. താങ്ക് യു. ജോസഫ് സാർ വന്നിട്ടല്ലോ. ജോസഫ് സാർ പാടണമെന്ന് പറഞ്ഞ പാട്ടുള്ളത് പാടിക്കോളൂ സാർ. ജോസഫ് സാർ വന്നിട്ടല്ലോ. ജോസഫ് സാർ എത്തിയോ? കാണുന്നുണ്ടല്ലോ. ആ പാടിക്കോളൂ. ഞാൻ ഒരു 2 മിനിറ്റ്. അതായത് SP ബാലസുബ്രഹ്മണ്യത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഈ യുഗം കലിയുഗം എന്നാണ് തെറ്റായി പറഞ്ഞത്. ഈ കടലും മറുകടലും എന്നുള്ള പാട്ടാണ് SP-യുടെ ഏറ്റവും മനോഹരമായ ഒരു റെൻഡിഷനാണിത്. കടൽപ്പാൽ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ചരമദിനമാണ് 25-ാം തീയതി. അതൊന്ന് ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി പാടാം. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്നു ഈ 14 ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവരെ അവിടെ മനുഷ്യരുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്നു ഈ 14 ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവരെ ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. ഈശ്വരനെ കണ്ടു, ഇബിലീസിനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും. ഈ പാട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. SP ബാലസുബ്രഹ്മണ്യത്തെ ഓർക്കുമ്പോൾ ഈ പാട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അതുപോലെ തന്നെ വയലാറിന്റെ രചന. വയലാറിനെ നമ്മൾ അടുത്ത മാസം ഓർമ്മിക്കും. കാരണം ഒക്ടോബർ മാസം വയലാറിനെ ഓർമ്മിക്കേണ്ട മാസമാണ്. ഇപ്പൊ വയലാറിന്റെ രചനയും SP-യുടെ ആലാപനവും ദേവരാജ മാസ്റ്ററുടെ സംഗീതവും ഇത് സമന്വയിച്ച അതിമനോഹരമായ ഗാനമാണ് ഇത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് ആരെങ്കിലും ആലപിക്കും എന്ന് വിചാരിക്കുകയാണ്. കടൽപ്പാൽ എന്ന സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, SPB-യെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, അതായത് കോവിഡ് കാലം തട്ടിയെടുത്ത ഒരു പ്രതിഭയാണ്. കോവിഡ് കാലത്താണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നും നമ്മൾ അറിയുന്നു. ഓക്കെ, താങ്ക് യു. ഓവർ ടു ഷാബു സാർ. താങ്ക് യു. ഓക്കെ, ഞാൻ ഇതിന്റെ രണ്ടാമത്തെ ചരണം ഒന്ന് പാടുവാണേ. ശാരദ ഓക്കെ, വെരി ഗുഡ്. പാടും. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടുന്നു നീയൻ വികാരരാജാങ്കണത്തിൽ പ്രിയമുള്ളവളേ, നിനക്കു വേണ്ടി പിന്നെയും ഒരുക്കി നിനക്കു വേണ്ടി. അടിപൊളി. സാബു സാർ പാടി തെളിഞ്ഞു വന്നു കേട്ടാ. ആദ്യം പാടുമ്പോ എങ്ങനെയായിരുന്നു, ഇപ്പൊ പാടുമ്പോ എങ്ങനെയായിരുന്നു, ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ ഗോതയിലല്ല കിടന്ന് കളിക്കുന്നത്. പിന്നെ പാടിക്കോളൂ. പാടാത്തവരുടെ ഈ രണ്ടുപേരും പാടട്ടെ. എല്ലാവരും പാടാത്തവരാരുള്ളേ? ഒന്ന് ഇപ്പൊ എടുത്ത ഏത് പാട്ടും ഒരു 2 വരിയെങ്കിലും നമ്മൾ പാടണം. നമ്മൾ ഒരു പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പാടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു
പവർ കിട്ടും, നമുക്ക് പാടി എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. ഇതാണ് ഈ മ്യൂസിക് തെറാപ്പിയുടെ ഏറ്റവും വലിയ പവർ. ചുമ്മാ പാട്ട് രണ്ടുപേരി പാടാം. പഠിക്കും. പാടിക്കോ, അത് മതി. കുളിരോ പാലൊളിയോ ദേവി നെഞ്ചിരിയിൽ കുളിരോ പാലൊളിയോ അനുദിനം എന്നിൽ നിറയും ആരാധന മധുരാഗം നീ ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനിയും പാടാത്തവരുണ്ടല്ലോ, അവരൊന്ന് രംഗത്ത് വരൂ. വരൂ, പാടാത്തവർ വരൂ, പാടിക്കോളൂ. ഓക്കെ, ഈ പാട്ട് വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്ത ലാസ്റ്റ് പാട്ടിലേക്ക് പോവാം. ലാസ്റ്റ് വെള്ളിച്ചില്ലം വിതറി. കുറച്ച് ക്ലിപ്പി ആയിട്ടുള്ള ഒരു പാട്ടാ. യെസ്, പഠിക്കും. ഒരു പാടും ആദ്യം കേട്ടിട്ട് മറ്റുള്ള പാടിക്കോളൂ. വെള്ളിച്ചില്ലം വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാട് സംഗമം, എങ്ങാട് സംഗമം. വെള്ളിച്ചില്ലം വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാട് സംഗമം, എങ്ങാട് സംഗമം. അനുപല്ലി പോരട്ടെ, ആരെങ്കിലും വേറെ ഒരാള്, പാടാത്തൊരാള് വരട്ടെ. ആരെങ്കിലും ഉണ്ടോ? അല്ല, ഈ ഒരു പാട്ട് ആരെങ്കിലും അറിയോ? നോക്കിയാൽ അതായത് A.T. ഉമർ ജയചന്ദ്രനുമായിട്ട് ചേർന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. ഈ പാട്ടിന്റെ അനുപല്ലവി ഒന്ന് പാടിക്കട്ടെ. പാടൂ. കിലുങ്ങുന്ന ചിരിയിൽ മുഴുവന്ന പീലികൾ, ചിറകുള്ള മിഴികൾ, നനയുന്ന പൂവുകൾ, മനസ്സിന്റെ ഓരം ഒരു മലയടിവാരം, അവിടൊരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ വെള്ളിച്ചില്ലം വിതറി തുള്ളി തുള്ളി ഒഴുകും. താങ്ക് യു സാർ. താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? ഈ പാട്ട് ആരെങ്കിലും കേട്ടോ? പിന്നെയും ഇണക്കുയിൽ ഇണങ്ങിയല്ലോ, ഇന്നെന്താണ് ഉറക്കമില്ലേ, ഉറക്കമില്ലേ. ജയചന്ദ്രനും A.T. ഉമറും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാ, മനോഹരമായിട്ടുള്ള ഒരു പാട്ടാ. അത് ആരെങ്കിലും ഒന്ന് പറയും, രണ്ടുപേര് പാടും. എല്ലാവരും പാടാത്തവരുണ്ടെങ്കിൽ പാടും. ആരെങ്കിലും ഉണ്ടോ? രണ്ടുപേര് പാടിയാൽ മതി. നിങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആരാ? എന്താണ് പേരൊക്കെ ഉണ്ടല്ലോ, രമാവതി, ഷെർലി, ശ്രീകുമാരി, ദീപക്, ബീന, അവരൊക്കെ എവിടെയാണ്? ദീപക് VR സാർ ഒന്ന് രംഗത്ത് വരൂ. പാടിയാ? ദീപക് പാടിയിരുന്നോ? ദീപക് പഠിക്കോ? പിന്നെ ലൈജു മേഡം, ലൈജു ദിനം, ആ മേഡം അല്ല, ഒന്ന് പാടിക്കോളൂ. രണ്ടുപേര് പാടിക്കോളൂ. ഏതെങ്കിലും അറിയണ പാട്ട് രണ്ടുപേര് പാടിക്കോളൂ. അത്രേ പറയുന്നുള്ളൂ. വെരി സിമ്പിൾ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങള് ചെറിയ ചെറിയ പിണക്കൊക്കെ ഉണ്ടാവുമ്പോ, ചെറിയ ചെറിയ പിണക്കൊക്കെ ഉണ്ടാവുമ്പോഴേ
നമ്മുടെ പാർട്ട്നേഴ്സിനോട് ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുന്ന ഒരു പാട്ടാണ് അല്ലെ. പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ, ഇന്നെന്താണ് ഉറക്കമില്ല. പാടിക്കോ. ഉറക്കമില്ല പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ, ഇന്നെന്താണ് ഉറക്കമില്ലേ, ഉറക്കമില്ലേ. യെസ് യെസ്, ഈ 4 വരി മതി പ്രശ്നമൊക്കെ തീരാൻ അല്ലെ. ഓക്കെ, അതെ അതെ അതെ. നിങ്ങളൊക്കെ ഇതൊക്കെ ഈ തെറാപ്പിയിലൂടെ ഇതൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക മാത്രമേ ഉള്ളൂ. ഒന്ന് മാപ്പ് പറയാം. മാപ്പ് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണ്ട, നിങ്ങളൊരു പാട്ട് പാടിയാൽ മതി. പാട്ട് പാടുമ്പോ പ്രശ്നമില്ല. ഈഗോസ് ഒക്കെ ഉണ്ടെങ്കിലേ നേരിട്ട് പോയി മാപ്പ് പറയേണ്ട, ആളുടെ അടുത്ത് പോയിട്ട് ഈ ഒരു പാട്ട് പാടി പൊട്ടിക്കരഞ്ഞുകൊണ്ടോ നിന്റെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുക. അല്ലെങ്കിൽ ഈ പാട്ടൊക്കെ പാടുക. പിണഞ്ഞെക്കുമ്പോ അകലെ നിന്ന് ഈ പാട്ടൊക്കെ ഒന്ന് മൂളുക. അപ്പൊ ജീവിതത്തിൽ എന്താ പറയാ, ഒരു സിംഫണി നമ്മുടെ കുടുംബത്തില് ഫാമിലിയിൽ ഒരു സിംഫണി ഉണ്ടായിരിക്കും. തീരജലാശയത്തിൽ ഹംസങ്ങൾ വീട്ടിൽ. ഇനി കുറെ പാട്ടുകളുണ്ട്. വാഗപ്പൂ മരം ചൂടും. ജോസഫ് സാർ ഈ പാട്ടൊന്നും പാടിയില്ലല്ലോ. ജോസഫ് സാറോടെ രാസലീലയ്ക്ക് വൈകിയത് എന്ത് നീ, രാജീവലോചന, അങ്ങനെ കുറെ പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ. കാളിന്തി തീരം തന്നില്ല, ഏപ്രിൽ 18 എന്നുള്ള സിനിമയിലെ കാളിന്തി തീരം തന്നിൽ നീ കായാമ്പൂവണ്ണ കണ്ണ, അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. ആരെങ്കിലും പാടാം. ചെമ്പകപ്പൂങ്കാവനത്തിലെ എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. ജലശംഖ് പുഷ്പം പോലെ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ഇതൊക്കെ ആർക്കെങ്കിലും അറിയണവരുണ്ടെങ്കിൽ 2 വരി പാടാം കേട്ടോ. ചെമ്പകം പൂങ്കാവനത്തിലെ ലിറിക്സ് ഉണ്ടോ? അത് എനിക്കറിയാം. ചെമ്പകപ്പൂങ്കാവനത്തിലെ സാറിന്റെ ലിറിക്സ് ചെമ്പകപ്പൂങ്കാവനം. നോക്കട്ടെ, ഞാൻ എടുക്കണം. പിന്നെയുണ്ട് അതുപോലെ തന്നെ നല്ല പാട്ട്, കുറെ പാട്ടുകളുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നതിൽ ഞാൻ എടുത്ത് നോക്കില്ല. മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാകം മാടി മാടി വിളിക്കുന്ന ദരിയിലേ, പഞ്ചശോകൻ വളർത്തുന്ന പൈങ്കിളി പെണ്ണിൽ പിന്നെയും ഇണക്കിൽ ഇണങ്ങിയില്ല. അത് എടുത്തല്ല, അത് നേരത്തെ എടുത്തല്ല നമ്മളെ പാട്ട്. അത് തന്നെ ചെമ്പകപ്പൂവാൻ. അല്ല, ഞാൻ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 24 ഗാനങ്ങളോളം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളെ നമ്മൾ PPT ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടെങ്കിൽ പറയും, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ അത് പാടാം. ചെമ്പകപ്പൂവാനത്തിലെ പൂ പറിച്ചോട്ടെ. ചെമ്പകപ്പൂവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണാവനു നൽകി. ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. തങ്കസ്വപ്ന ശതങ്ങളാൽ തന്ത്രികൾ കെട്ടി
അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പുരട്ടി ആൾത്തലച്ചു ഹൃദയത്തിൻ തുളുമ്പിയ ഗാനങ്ങൾ രാത്രിയും പകലുമവൻ വീണയിൽ മീട്ടി വീണയിൽ മീട്ടി. താങ്ക് യു. ഓക്കെ, യെസ്. അപ്പൊ കഴിഞ്ഞില്ലേ സാർ പാട്ടുകളൊക്കെ? ആ സാബു സാർ പാട്ടുകൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ജലാശയത്തിൽ ആരെങ്കിലും എന്നോട് ജോസഫ് സാർ എന്ന് പാടുന്നു. ജോസഫ് സാർ പാടിക്കോളൂ. അത് പാടിയതാ, എല്ലാരും പാടിയതല്ലേ? ഓക്കെ. പാട് സാറേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. ഹൃദയം പൂപ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരം ആയിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ. നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലും എന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നിർത്തിയ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. താങ്ക് യു സാറേ. ഇത് നമ്മള് അറിയുന്നവർ പാടുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ്. അതുകൊണ്ട് ഞാൻ സാറിനോട് പാടാൻ പറഞ്ഞു. കാരണം അതാണ് ശരിക്കും ഒരു അഭ്യാസം എന്ന് പറയുന്നത്. ശരിക്കും നാലുവരിയാണെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് സാറ് പറഞ്ഞതുപോലെ ഷാബു സാറും പറഞ്ഞ പോലെ ഇതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങോട്ട് ഒരു കൊടുത്തും പഠിച്ച് നമുക്ക് നല്ലൊരു ഇതാണ് ഒരു സംഗീത യാത്ര തുടരാൻ. അതാണ്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ സാറേ? കഴിഞ്ഞ സമയം സംസാരിച്ചു എന്തോ പറഞ്ഞു. വിളിച്ചപ്പോ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. സോറി. ഞാൻ അങ്ങനെ ബൈക്ക് ഓടിച്ചിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരും. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആ ലിസ്റ്റൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് മലയാളം പാട്ടുകൾ ഞാൻ പാടിയാൽ അത്ര നന്നാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ തമിഴ് വേണം പാടാം. പഴയ ഹിന്ദി സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് തമിഴ് പാടാം. ഞാൻ തമിഴ് പാട്ട് പാടും. வந்து என்னோடு உன்னோடு
കാലം എന്നെ മണ്ണോട് കലർന്ന് വിട് താങ്ക് യു. ദീപക് 2-3 ആഴ്ച വന്നാൽ ഞങ്ങൾ റേഞ്ച് മാറ്റി ഞങ്ങൾ തമിഴാക്കും കേട്ടോ. എനിക്ക് പഴയ പാടുന്ന ആളാ ദീപക്. ലൈഗു മാം എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പം വന്ന് ഞാൻ ലൈഗു മാമിന്റെ സ്റ്റുഡന്റ് ആയി. വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ ലൈജു മാമും ഇങ്ങനെ ഒരു 2 വരി പാടണം. ഏത് പാട്ടാ ലൈഗു മാം പാടുന്നത്? പാടും. എനിക്ക് പാടാൻ അറിയില്ല സർക്ക്, കേൾക്കാൻ അറിയാം. ഇല്ല, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. പാടിയേ പറ്റൂ. അല്ല അത് ഇനി വരുന്ന ഇതില് എനിക്ക് അറിയില്ല, വെറുതെ പറയാം. ദീപക് സർ പാടും, എനിക്കറിയില്ല. അല്ല എനിക്കറിയാം മറ്റുള്ളവർ ഇത്രയും നന്നായി പാടുന്നിടത്ത് എനിക്ക് ഇത്രയെങ്കിലും പാടാൻ പറ്റിയല്ലോ എന്നുള്ളത് ചിന്തിക്കണം എന്നുള്ളത് എനിക്കറിയാം. ഈ ആഴ്ചയല്ല, നെക്സ്റ്റ് ആഴ്ച. താങ്ക് യു. ഓക്കെ, അടുത്ത ആഴ്ച പറയണം. ഓക്കെ. അല്ല, ഞങ്ങൾ ഇപ്പൊ ഇവിടെ ജോസഫ് സാറ് പോലെ രമാവതി മാമൊക്കെയാണ് ശരിക്കും പാട്ട്. എനിക്ക് തോന്നുന്നു ശ്രീകുമാരി മാം, കുറച്ചു പേർക്കൊക്കെ അറിയാം. ഞാനൊക്കെ ചുമ്മാ ആദ്യമായിട്ട് വന്ന് ഇതിങ്ങനെ ഇരുന്ന് പാടിയില്ലെങ്കിൽ മോശമല്ലോ ഞങ്ങൾ എനിക്കറിയില്ല സാറേ, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെയൊക്കെ അറിയില്ലെങ്കിലും ഞാന് പാടും. അപ്പൊ അങ്ങനെയാണ്. എനിക്ക് അറിയില്ല, തീരെ അറിയില്ല. എന്നാലും ബാക്കിയുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പാട്ട് പാടലുണ്ട് ചെറുങ്ങനെയൊക്കെ. മേഡത്തിന്റെ ശബ്ദത്തില് പാട്ടുണ്ട് കേട്ടോ ലൈഗു മേഡം. മേഡത്തിന്റെ ശബ്ദത്തില് സംഗീതം ഉണ്ട്. എനിക്ക് സംഗീതം പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അതായത് ദീപക് സാറാണ് ശബ്ദത്തിലുണ്ട് സംഗീതം. അവ പഠിച്ചാൽ പെട്ടെന്ന് കയറും, യാതൊരു സംശയമില്ല. അതെ 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 അതെ. ദീപക് സാറിൽ നിന്നാണ് എനിക്ക് പാട്ട് കേൾക്കാനും പാടാനും ആസ്വദിക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പൊ പാടുന്ന ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പിന്നെന്താ കുഴപ്പം? ഓക്കെ, അത് തന്നെയല്ല ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു. ഇപ്പൊ ഷാബു സാർ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് നമ്മള് നീലജലാശയത്തിൽ നിന്നിട്ട് ആ പാട്ട് മുഴുവൻ ഒരു 25-50 പ്രാവശ്യം നമ്മൾ കേട്ടു. ഇപ്പൊ ആ പാട്ട് മുഴുവൻ കംപ്ലീറ്റ് പാടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ നമ്മളൊരു എഫേർട്ട് എടുത്താൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. നെക്സ്റ്റ് വീക്കിലേക്ക് ഏതൊക്കെയാ പാട്ടും കേട്ടാല് ഒന്ന് ട്രൈ ചെയ്യാം സർ. അടുത്ത ആഴ്ച പറയാം. ജോസഫ് ജോൺ സാർ, അടുത്ത ആഴ്ച നമ്മുടെ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ടുകളാണ് പാടുന്നത്. SPBയുടെ പാട്ടുകളാണ്. അതില് തമിഴ് പാട്ട് വരികയാണെങ്കിൽ തമിഴൊക്കെ പാടിക്കും. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ദീപക് പാടാം. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ടുകളാണ്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ജോസഫ് സാർ ഒന്ന് വൈൻഡപ്പ് ചെയ്യൂ. ജോസഫ് സാർ ഒന്ന് പറഞ്ഞു നമുക്ക്. എല്ലാവർക്കും നന്ദിയാണ് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും വളരെ ഭംഗിയായിട്ട് ഷാബു സാറും നമ്മുടെ സാബു സാറും നിങ്ങളെല്ലാവരും കൂടി രമാവതി മാഡം എല്ലാവരും കൂടി അത് ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോയി എന്നുള്ള അറിയുന്നതിലുള്ള സന്തോഷവും നന്ദിയും ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് തീർച്ചയായും പാട്ടിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ട് പാട്ടിനെ എന്താ പറയുക, നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട് ചേർത്തുകൊണ്ട് ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ടീം വളരെ വിപുലമായിട്ടുണ്ട്. അതിലുള്ള സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ലൈജു മാം, ദീപക് എല്ലാ ഞായറാഴ്ചയും വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. അത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക്
Good night. നാളെ നമുക്ക് തിങ്കളാഴ്ച ദിവസം ഗുഡ് നൈറ്റ് സാർ. വളരെ Thank you, അഡ്വാൻസ്ഡ് thank ആയിട്ടുള്ള you. ടോപ്പിക്കാണ്. നാളത്തെ ക്ലാസ് എന്ന് പറയുന്നത് സ്വല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു ടെക്നോളജി സബ്ജക്റ്റ് ആണ്. സാധാരണ തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജിയാണ് എടുക്കുന്നത്. പക്ഷെ നാളെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ടെക്നോളജിയുടെ പാർട്ടാണ്, കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈസ് അഡ്മിറൽ കണ്ണൻ സാർ ആണ് എടുക്കുന്നത്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വൈസ് അഡ്മിറൽ ആണ്, റിട്ടയർ ചെയ്ത അദ്ദേഹം. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എല്ലാ മാസവും ഒരു ടോക്ക് തരാറുണ്ട്. സോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വരിക. ആൻഡ് താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. Good night. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ് സർ. Good night.